ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇന്ദിരാഗാന്ധിയുടെ റീജിയണൽ സെന്ററിൽ നിന്ന് BPSC 144 സൗത്ത് ഏഷ്യന്റെ യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 സൗത്ത് ഏഷ്യ എന്ന് വരുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാ സൗത്ത് ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇതില് സൗത്ത് ഏഷ്യ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 7000 ഇയേഴ്സിന് മുമ്പുള്ള കഥകളാണ് പറഞ്ഞു വരുന്നത്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കഥകൾ വരുന്നു. കഥകളല്ല, നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ സൗത്ത് ഏഷ്യയിൽ നമ്മൾ ഒരുപാട് ഇൻവേഷൻസ് കണ്ടിട്ടുണ്ട്. അതായത് പുറത്തു നിന്നുള്ള ആൾക്കാർ, ആര്യൻസ് ആണ് തുടങ്ങുന്നത്. ആര്യൻസ്, ഗ്രീക്സ്, സാഗാസ്, ഹൺസ്, ടർക്കോ അഫ്ഗാൻസ്, മുഗൾസ്. മുഗൾസിന് ശേഷം നമ്മൾ പലരെയും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഫോറിൻ വെസ്റ്റേൺ ഗ്രൂപ്പായിട്ട് പറയുകയാണെങ്കിൽ പോർച്ചുഗീസ് വരുന്നുണ്ട്, ഡച്ച് വരുന്നുണ്ട്, ഫ്രഞ്ച് വരുന്നുണ്ട്, ബ്രിട്ടീഷ് വരുന്നുണ്ട്. ഇവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ സൗത്ത് ഏഷ്യക്ക് വരുന്നത് ബിസിനസ് ആയിട്ടും പിന്നെ പരമ്പരാഗതമായിട്ട് ഇവിടെ താമസിച്ച് പിന്നെ അത് ഇവിടുത്തെ ഒരു ആളായിട്ട് വരുന്നു. ബ്രിട്ടീഷ് ഇൻവേഷൻ ആണ് ഒരു പ്രത്യേക തരമായിട്ടുള്ള ഒരു ഈ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസിനെക്കാട്ടിലും ഒരു വ്യത്യാസമുണ്ട് ഈ ബ്രിട്ടീഷ് ഇൻവേഷനില്. ഇവിടെ വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൊളോണിയലിസം. ഫ്രഞ്ചുകാരായാലും ശരി, ബ്രിട്ടീഷുകാരും ശരി, അവർ വരുന്നത് മാർക്കറ്റിന് വേണ്ടി. അവര് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 18ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നു. അത് പ്ലസ് അതിന്റെ കൂടെ ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് മാൻമെയ്ഡിൽ നിന്ന് മെഷീൻ മെയ്ഡിലേക്ക് മാറുമ്പോൾ അവർക്ക് അതിൻ്റെതായ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ആ റോ മെറ്റീരിയൽസിൽ തേടിയുള്ള തുടർച്ചയായിട്ടുള്ള വരവിലാണ് ഇവിടെ എത്തുന്നതും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ആഫ്രിക്കയൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ ട്രേഡ്, ധനം, ടെക്നോളജി, ഇത്രയും കാര്യങ്ങൾ വലുതായിട്ട് ഡെവലപ്മെന്റ് ഇല്ലാത്ത സമയമായതുകൊണ്ട് അവർക്ക് ഇവിടെ വരാനും ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റത്തിനെ സബോർഡിനേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ അവരുടെ കോളനിയാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ കോളനി ആയി കഴിയുമ്പോൾ മദർ കൺട്രിയുടെ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ആ സമയത്ത് ക്യാപിറ്റലിസം വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ധനപരമായും പൊളിറ്റിക്കലായിട്ടും ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട്. പരസ്പരം രാജ്യങ്ങളും രാജാക്കന്മാരും അതാത് കൺട്രികളിലുള്ള കോൺട്രഡിക്ഷൻസും അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രോത്ത്, നാഷണലിസ്റ്റിക് ഫീലിംഗ്, സ്വന്തമായിട്ടുള്ള രാജ്യം എന്നുള്ള ഫീലിംഗ് കൊണ്ടുവരിക. അങ്ങനെ പിന്നെ അത് കൊളോണിയലിസത്തിൽ നിന്ന് അല്ലെങ്കിൽ കോളനിയിൽ നിന്ന് ഫ്രീഡം കിട്ടുക എന്നുള്ള ഇൻഡിപെൻഡൻസ് റൂളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ കൊളോണിയലിസത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നാഷണലിസം ഇൻ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ 3 പാറ്റേൺസിലാണ് വരുന്നത്. 3 പാറ്റേൺസിൽ വരുന്ന വെച്ചാൽ ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ ഇവിടെ ഉണ്ടാക്കുന്നു. അത് കൂടാണ്ട് ഇവിടെ ഇൻഡിപെൻഡന്റ് റിപ്പബ്ലിക് വരുന്നുണ്ട്, പാകിസ്ഥാനും ബംഗ്ലാദേശും വരുന്നുണ്ട്, ശ്രീലങ്ക ഇതിനെ ക്ലോറിറ്റി എന്നാണ് വിളിക്കുന്നത്, ക്രൗൺ കോളനി എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ കോളനികളെല്ലാം ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ കിങ് ഓർ ക്വീനിന്റെ കൺട്രോളിൽ വരുന്നതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. പിന്നെ സാധാരണമായിട്ടുള്ള ചെറിയ നേഷൻസ്, അത് ഇന്ത്യയുടെ അടുത്തുള്ളതായിട്ടുള്ള നേഷൻസ് ഒക്കെയാണ്. നേപ്പാൾ, ഭൂട്ടാൻ, മാൽദീവ്സ്. അത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നില്ല ആ സമയത്തില്. പക്ഷെ അവരുടെ പ്രൊട്ടക്ഷനിലുള്ള പ്രൊട്ടക്ടറേറ്റ്സ് എന്നാണ് അതിനെ പറയുക. അവർക്ക് ആ പ്രൊട്ടക്ടറേറ്റ്സ് ആവുമ്പോൾ അവര് ഓട്ടോണമി കംപ്ലീറ്റ് സറണ്ടർ ചെയ്യണം. എക്സ്റ്റേണൽ റിലേഷൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എല്ലാ എക്സിസ്റ്റൻസും ബ്രിട്ടീഷ് ആണ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് അവര് പ്രൊട്ടക്ടറേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നാഷണലിസം സൗത്ത് ഏഷ്യയില് ഒരു റിയാക്ഷൻ ആണ്.
കോളനി വരുന്നു, കൊളനൈസേഷൻ വരുന്നു, എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു, അതിനുശേഷം അതിന് അടിച്ചമർത്തപ്പെടുന്നു, സബ്ജുഗേഷൻ നടന്നു, പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ കൂടെ ആന്റി കൊളോണിയലും നാഷണലിസ്റ്റ് മൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിൽ സൗത്ത് ഏഷ്യയില് ആ ഭാഗത്ത് നാഷണലിസം എഗെയിൻസ്റ്റ് കൊളോണിയൽ ഫീലിംഗ് അല്ലെങ്കിൽ കൊളോണിയലിസത്തിലേക്ക് ഒരു ഫീലിംഗ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നു. പിന്നെ അവർ അതിനുവേണ്ടി അങ്ങോട്ട് മദർ കൺട്രിയോട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവർ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ആ ഫീലിംഗിനെയാണ് സ്വന്തമായിട്ടുള്ള രാജ്യത്തിന്റെ രാജ്യസ്നേഹത്തിനെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. ഇവിടെ ഈ സമയത്ത് ഇന്ത്യൻ മാസ് മൂവ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വലിയ കൺട്രി ആയിട്ടുള്ളത് സൗത്ത് ഏഷ്യയില് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ലാസ്റ്റ് ആയിട്ട് വരുന്ന യൂറോപ്യൻ പവർഫുൾ കൺട്രി. പക്ഷെ അവരാണ് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്. ആദ്യം പോർച്ചുഗീസ് വരുന്നു, പിന്നെ ഡച്ച് വരുന്നു, പിന്നെ ഫ്രഞ്ച് വരുന്നു, പിന്നെയാണ് ബ്രിട്ടീഷ് വരുന്നത്. ലാസ്റ്റ് കൺട്രി ആയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയെങ്കിൽ കൂടെയും പവർഫുൾ ആയിട്ടും കുറെ കാലങ്ങളോളം ഇന്ത്യയിൽ സ്ഥിരതാമസിച്ച് അവരെ കോളനി ആക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പൊ ഇവിടെ എന്താ വെച്ചാല് എത്രയും വലിയ കൺട്രി ആയതുകൊണ്ട്, വലിയ രാജ്യമായതുകൊണ്ട് ഭാരതം ഈ മാസ് മൂവ്മെന്റ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ മൂവ്മെന്റിൽ നമ്മൾ കോളനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഇന്ത്യൻ മാസ് മൂവ്മെന്റില് അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഹിസ്റ്ററിയിൽ ചരിത്രപരമായ ഒരു ഇമ്പോർട്ടൻസ് ഓക്യുപ്പൈ ചെയ്തത്. സൗത്ത് ഏഷ്യയിലുള്ള ഫ്രീഡം സ്ട്രഗിള് നമ്മളുടെ ഇന്ത്യ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതേത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇവരുടെ നാഷണലിസം അല്ലെങ്കിൽ കോളനി ഉണ്ടോ അവിടെയൊക്കെ ഈ നാഷണലിസം ഫീലിംഗ് വരുന്നു. അവിടുത്തെ ആൾക്കാർ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് കോളനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഫ്രീഡം സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കൊളോണിയലിസത്തിൽ കൂടെ എക്സ്പ്ലോയിറ്റേഷൻ, ഇന്ത്യയിലുണ്ടായ എക്സ്പ്ലോയിറ്റേഷനും അതിന്റെ പരിണാമമായിട്ട് നമ്മളുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയൊക്കെ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഉപദ്രവിക്കുകയും കൃഷി മുഴുവനും മാറി ഭക്ഷ്യ ഫുഡിൽ നിന്നുള്ള അഗ്രികൾച്ചർ മാറി റോ മെറ്റീരിയൽസ്, കോട്ടൺ റോ മെറ്റീരിയൽസും ഇൻഡിഗോയിലേക്ക് മാറുമ്പോഴത്തേക്കും അതേമാതിരി തന്നെ ഈ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സും. അപ്പൊ ഇങ്ങനെ വന്ന് പൊളിറ്റിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും അവരുടെ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ഒരു യൂണിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാരണം യൂണിഫിക്കേഷൻ, ഇന്ത്യ ചെതറിക്കിടന്നിരുന്ന കൊച്ചു രാജാക്കന്മാരായിട്ട് കടന്നിരുന്നു. അവരുടെ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചാക്കി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ആ പർപ്പസിന് വേണ്ടി തന്നെ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്തു, ന്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, പ്രസ് കൊണ്ടുവന്നു. ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാഷണൽ ആയിട്ട് ഒരു അവനവന്റെ ഒരു കോൺഷ്യസ്നെസ്സിനെ പറ്റി ഡെവലപ്മെന്റ് ഉള്ള ചാൻസസ് വരുന്നു. കാരണം ഈ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് ഇംപ്രൂവ് ആയി, എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ആയി, പരസ്പരം സംസാരിക്കാനും പ്രസ്സിൽ കൂടെ അല്ലെങ്കിൽ പേപ്പറിൽ കൂടെ അവര് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ നാഷണൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റില് നമ്മൾ പറയുന്നുണ്ട് വേരിയസ് ആയിട്ട് പല ഭാഗങ്ങളായിട്ട് ഫേസസ് ആയിട്ടാണ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആദ്യത്തെ ഫേസ് മൂവ്മെന്റ് വരുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ. അത് ഒരു 1905 വരെ നടന്നു. അപ്പൊ ഈ നാഷണൽ മൂവ്മെന്റ്, നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തതും ആ പീരീഡില് ലീഡർഷിപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് ദാദാഭായ് നവറോജി, GK ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ, MJ റാൻഡെ, ബാനർജി, ഫിറോസ് ഷാ എല്ലാമാണ്. ഇപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നാൽ ഈ ഫസ്റ്റ് ഫേസിലുള്ള ഉദ്ദേശം ഒരു ഫ്രീഡം കിട്ടണം, പൊളിറ്റിക്കലി, അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് ധനപരമായിട്ടുള്ള നമുക്കൊരു നമ്മളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ഫ്രീഡമാണ്. അതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ വെച്ചത്? ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്കലി
തന്ത്രപരമായിട്ട് നമ്മളുടെ ഡിമാൻഡ് ഒന്നും ശരിയാവുന്നില്ല. ലോക്കൽ കൗൺസിൽസ് വേണം. ആ കൗൺസിൽ കൂടെ നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെ അവിടെ കൊണ്ടുവരണം. ആ റെപ്രസെന്റേറ്റീവ്സ് ഇരുന്നാൽ മാത്രമേ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വഴി 1892 നമ്മൾ ശ്രമിക്കുന്നു. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുമ്പോൾ ഇന്ത്യൻ ഡിമാൻഡ് എന്തായിരുന്നു വെച്ചാൽ, ഇന്ത്യയുടെ ഡിമാൻഡ് എന്ന് ഹയർ ഗ്രേഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമിനേഷൻ. അതായത് നമ്മൾ ഹയർ ലെവലിലുള്ള എക്സാമിനേഷൻസ്, ഈ എക്സാമിനേഷൻസ് ഇംഗ്ലണ്ടിൽ നടന്ന എക്സാമിനേഷൻസിന് വേണ്ടി ഇന്ത്യയിലുള്ളവർക്ക് പോവാനും അല്ലെങ്കിൽ അവിടെ പോയി അത് എഴുതാനുള്ള സാഹചര്യങ്ങൾ കുറെ. അപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കുന്നു, ഇവിടെ നടത്തണം എന്നുള്ള ഒരു ഡിമാൻഡ് പറയുന്നുണ്ട്. പിന്നെ എക്കണോമിക്കലി നമ്മള് ധനപരമായിട്ട് നമ്മുടെ കൺട്രീന്റെ ഇൻഡസ്ട്രിയലൈസേഷനും അതിന് പ്രൊമോഷൻ ചെയ്യണം. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യണം. ഈ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്തതിന് ഒരു ലിബറൽ ആയിട്ട് ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലെ കോൺസെപ്റ്റ്സും മെത്തേഡ്സും എന്ത് വിധത്തിൽ അഡോപ്റ്റ് ചെയ്തു, ഏത് വിധത്തിലാണ് നമ്മൾ ഇതിനെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ എങ്ങനെ അഡോപ്റ്റ് ചെയ്ത് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ ഉണ്ടാക്കി, ഇഫക്റ്റീവ് ആർഗ്യുമെന്റ് ഉണ്ടാക്കി, പിന്നെ ഡെമോക്രാറ്റിക് കോൺഷ്യസ്നെസ്, ബ്രിട്ടീഷുകാരുടെ ട്രഡീഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് മെത്തേഡ്സ് വഴി നമ്മൾ ഗ്രാജുവലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഗ്രാജുവലായിട്ട് കൊണ്ടിരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് മാസ്സായിട്ടുള്ള എഡ്യൂക്കേഷൻ വഴി, എഡ്യൂക്കേഷൻ അപ്പോ കുറച്ചുകൂടെ പർപ്പസ് ആയിട്ട് ബ്രിട്ടീഷ് ടൈമില് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അത് സാൻസ്ക്രിറ്റിനെ കാട്ടി പോപ്പുലർ ആയതുകൊണ്ടും കുറച്ചുകൂടെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയപ്പോൾ അവർക്ക് അതിനെപ്പറ്റി പറയാനും, മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസ് പുറത്തു പോയി ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുകയും അവിടെ നിന്ന് വരുന്ന അറിവ് നേടിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്നുള്ള ആ വ്യത്യാസം കൊണ്ട് മാസീവായിട്ട് നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കിട്ടുകയും ആ ഒരു കോൺസെപ്റ്റ് നാഷണൽ മൂവ്മെന്റിലേക്ക് വളരെ സാധാരണക്കാർക്ക് കൂടെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അത് എഡ്യൂക്കേഷൻ ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ് മാത്രമല്ലാണ്ട് എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇനി മുസ്ലിം ലീഗ് എങ്ങനെ ഉണ്ടാകുന്നു? ഈ മുസ്ലിം ലീഗ് വരുന്നത് ആ സമയത്ത് മുസ്ലിംസിന്റെ നമ്പർ മുസ്ലിംസ് ഇവിടെ ഉണ്ടെങ്കിൽ കൂടെയും ഒരു നമ്മളുടെ ഹിന്ദുസും മുസൽമാനും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവരെ ലീഡർഷിപ്പ് വന്നു സയ്യദ് അഹമ്മദ് ഖാന്റെ ലീഡർഷിപ്പിൽ വരുമ്പോ 1906 മുസ്ലിം ലീഗ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവരുടെ മുസ്ലിം ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം അവരുടെ കമ്മ്യൂണൽ ക്യാരക്ടറിൽ കൊണ്ടുവരികയും നാഷണൽ മൂവ്മെന്റിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ നിന്ന് വെച്ചാൽ അവർക്ക് ഇമ്പോർട്ടൻസ് കിട്ടണം, അവരുടേതായ അവർക്ക് ഒരു പ്രയോറിറ്റി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അപ്പൊ എന്ത് പറ്റി, ബ്രിട്ടീഷുകാര് ലോർഡ് കേഴ്സന്റെ ടൈമില് ലോസ് ഒക്കെ പാസ്സായി, വളരെ കുറെ ലോസ്, യൂണിവേഴ്സിറ്റി ആക്ട്, കൽക്കട്ട കോർപ്പറേഷൻ ആക്ട്, ഇതിലൊക്കെ വന്നിട്ട് പവേഴ്സ് കിട്ടണം ഇന്ത്യൻസിന്. അത് മാത്രമല്ല പ്രോവിൻസിനെ പാർട്ടീഷൻ ചെയ്തു. പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്തു എന്നാണ് ബ്രിട്ടീഷുകാരുടെ ഡിവിഷൻ, അവരുടെ ഒപ്പീനിയൻ. പക്ഷെ ആക്ച്വലി അത് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതിൽ മുസൽമാനുള്ളത് ഒരു ഗ്രൂപ്പും ഹിന്ദുസിന്റെ ഒരു ഗ്രൂപ്പും. ആ യൂണിറ്റി, അവരുടെ യൂണിറ്റിയെ നശിപ്പിക്കുക, ഹിന്ദു മുസൽമാൻ യൂണിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടീഷൻ ചെയ്തതും. ആ പാർട്ടീഷന്റെ പരിണാമം അവസാനിച്ചത് ബൈ നേഷൻ തിയറിയിൽ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബെയ്റ്റ് ഇട്ട് കൊടുത്ത മാതിരി ഒരു ബ്രിട്ടീഷ് മെത്തേഡ് ആയിരുന്നു അത്, ആ ഡിവിഷൻ അവിടെ. ഇന്ന് എക്സ്ട്രീമിസ്റ്റിന്റെ ഫോർമേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണം വെച്ചാലും നമ്മുടെ ആ ഗ്രൂപ്പിൽ ബാൽ ഗംഗാധർ തിലക്, അരബിന്ദോ ഘോഷ്, ഇതൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. ആ സമയത്ത് യങ്സ്റ്റേഴ്സ് ആണ്. ബിപിൻ ചന്ദ്രപാൽ, കാരണം നമ്മൾ നേരത്തെ കണ്ട് മോഡറേറ്റ് ഗ്രൂപ്പിൽ കണ്ടു, അവര് പെറ്റീഷൻ ആൻഡ് പ്രേയേഴ്സ് എന്നാ പറയാം. നമ്മൾ പെറ്റീഷൻ എഴുതി കൊടുക്കുക, എന്നിട്ട് പ്രേ ചെയ്യുക, ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നല്ലൊരു ഉത്തരം പറയട്ടെ എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മോഡറേറ്റ്സിന്. പക്ഷെ ഈ എക്സ്ട്രീമിറ്റ്സ് ആയിട്ട് വരുന്നവർക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല. അവർ പറയുന്നത് നമ്മൾ ഒരു മിലിറ്ററി
പേസിൽ അല്ലെങ്കിൽ അവരുടെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഫ്രീഡം കിട്ടുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ എക്സ്ട്രീമിസ്റ്റ് പറയാ. ഇവിടെ ഫിലോസഫിയും അവരുടെ മെത്തേഡും സ്ട്രഗിളും ഒക്കെ അടിക്ക് അടി എന്നുള്ള ലെവലാണ് പോകുന്നത്. അത് മാത്രമല്ല അവർ ബോയ്ക്കോട്ട് ചെയ്യും, ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുക, എല്ലാ റിലേഷനും ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള എല്ലാ റിലേഷൻസും ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ബോയ്ക്കോട്ട് വഴിയും അവരുടെ എക്കോണമീനെ, ബ്രിട്ടീഷിന്റെ എക്കോണമീനെ തകർക്കാനാണ് ഈ ഉദ്ദേശം ഇങ്ങനെ ബോയ്ക്കോട്ടിങ് കൊണ്ടുവരുന്നതും. പിന്നെ അതേസമയം നമ്മളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്വദേശത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആ മെത്തേഡിലാണ് ഈ ബോയ്ക്കോട്ട് മൂവ്മെന്റ് നാഷണൽസ് കൊണ്ടുവരുന്നത്. അത് അഗ്രസീവായിട്ട് ബ്രിട്ടീഷിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വളരെ കാര്യമായിട്ടാണ് ചെയ്യേണ്ടി വന്നത്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് എന്ന് പറയാം. പൂന പാക്ട് എന്താന്ന് വെച്ചാൽ ഗാന്ധി ഈ കമ്മ്യൂണൽ ഡിവിഷനെ പറ്റി അഭിപ്രായമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങേർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഡിവിഷൻ. ആ ഡിവിഷൻ കാരണം വ്യത്യാസങ്ങൾ ഉണ്ടാവും, മനസ്സിൽ ഒരു വിത്ത് വിതയ്ക്കുക എന്നുള്ള ലെവലാണ് പുള്ളിയുടെ അഭിപ്രായ പ്രകാരം. അപ്പൊ ഇത് ഒരാള് ഒരു ഗ്രൂപ്പിനാക്കിയാൽ വേറെ ഗ്രൂപ്പും വരുമല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് കോൺഗ്രസ്, ഹിന്ദു മഹാസഭ, മുസ്ലിം ലീഗ്, സിഖ്, പിന്നെ ആ നാട്ടിലുള്ള നേറ്റീവിലുള്ള രാജാക്കന്മാര്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും പിച്ച് ഇങ്ങനെ പാർട്ടായിട്ട് മാറിപ്പോകുന്നുള്ള അത് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി അത് ഒപ്പോസ് ചെയ്ത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് കമ്മ്യൂണൽ അവാർഡ്സ് കൊടുക്കുമ്പോൾ മുസ്ലിംസിനും സിഖിനും ക്രിസ്ത്യൻസിനും കൊടുക്കുമ്പോൾ ഇതിലെല്ലാം ഏറ്റവും വരുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലോ ലെവലിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇവരോട് ബ്രിട്ടീഷുകാരോട് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. അവരെ പ്രാധാന്യം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ബ്രിട്ടീഷിനോട് ഒരു അറ്റാച്ച്മെന്റ് വരും. അങ്ങനെയാണ് ആ അവാർഡിന്റെ ബേസിക്, കമ്മ്യൂണൽ അവാർഡിന്റെ ബേസിക് കോൺസെപ്റ്റ് അതാണ്. അപ്പൊ ഗാന്ധിജി ഈ സമയത്ത് ഒരു ജയിലിൽ ഇരിക്കുകയും ജയിലിൽ നിന്ന് ഗാന്ധിജിയെ പിടിച്ച് ജയിലിലിടുന്ന സമയത്ത് പുള്ളി ഒരു ഫാസ്റ്റിംഗ്, ഡെത്ത് വരെ അല്ലെങ്കിൽ മരണം വരെ നിരാഹാര സത്യാഗ്രഹം എടുക്കുന്നു. അങ്ങനെ വരുമ്പോ ഇത് സൈനിങ് ഓഫ് പൂന പാക്ട് റിസർവ്ഡ്, ഈ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ താഴെയുള്ളവർക്ക് മാത്രം എന്നുള്ളതിന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇലക്ടറേറ്റ് ഉണ്ടാക്കി അത് ചെയ്യാന്നുള്ള ഒരു അഭിപ്രായത്തിൽ എത്തുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1935 കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ആണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ആക്ട് വഴി ഏതൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കൊണ്ടുവരാം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓട്ടോണമസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവരണം. ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻകോർപ്പറേറ്റിംഗ് പ്രോവിൻസിനെയും മുസ്ലിം പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും മുസ്ലിം സ്റ്റേറ്റിനെയും എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെഡറൽ ഫോം ആണ് കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എക്സ്പെക്ടേഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഈ എല്ലാ പാർട്ടീസും എക്സ്പെക്ട് ചെയ്ത് വരുന്നത് പ്രൊവിൻഷ്യൽ അസംബ്ലീസ് 1937 ഒരു അസംബ്ലി ഉള്ള പ്രൊവിൻഷ്യൽ അസംബ്ലി നടക്കുന്നു. ഈ കോൺഗ്രസ് ആണ് ഏറ്റവും മെജോറിറ്റി ആയിട്ട് വരുന്നത്. 5 പ്രോവിൻസസിലാണ് വരുന്നത്. 7ൽ 5 കോൺഗ്രസ് ജയിക്കുകയും ബാക്കിയുള്ളത് മെജോറിറ്റിയിൽ പോകും. അങ്ങനെ ഒരു മെജോറിറ്റി കോൺഗ്രസ് മെജോറിറ്റി ആവുന്നു. അതേസമയം മുസ്ലിം ലീഗ് അവർക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരു പ്രോവിൻസിലും അവർക്ക് ഗവൺമെന്റിന്റെ ഒരു ഫോർമേഷൻ വരാത്തത് കൊണ്ട് അതിനെ കോൺഗ്രസ് റിജക്ട് ചെയ്യുന്നു. അവസാനം ഈ കാരണം കോൺഗ്രസ് ഈ ഫോർമേഷൻ റിജക്ട് ചെയ്തത് കൊണ്ട് അത് ജിന്ന എന്നുള്ള ലീഡർക്ക്, മുസ്ലിം ലീഡർക്ക് അത് ഇത്തിരി അഭിപ്രായ വ്യത്യാസവും അങ്ങേർക്ക് ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ടു നേഷൻ തിയറി കൊണ്ടുവരുന്നത് ജിന്ന. കാലത്ത് ജിന്നയുടെ ഉദ്ദേശം മുഴുവനും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള ഒരു നേഷൻ ഉണ്ടാക്കുക. 1940 ജിന്ന പറയുന്നത് ടു നേഷൻ തിയറിയാണ്. ടു നേഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് പാസ്സാക്കിയിട്ടുള്ള റെസൊല്യൂഷൻസിനെ വച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്റ്റേറ്റിനെ ഉണ്ടാക്കിയെടുക്കണം. ആ സ്റ്റേറ്റിൽ കൂടെ എല്ലാ ആൾക്കാർക്കും മുസ്ലിംസിന് അവരുടെ എല്ലാ ഡിമാൻഡ്സും
സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ടു നേഷൻ തിയറി. ഇത് ഇന്ത്യയുടെ ഫ്രീഡം കിട്ടുന്ന ടുവേഴ്സ് ദ എൻഡിലാണ് ഈ ടു നേഷൻ തിയറിന്റെ ഡിമാൻഡ് വരുന്നത്. സെക്കൻഡ് വേൾഡ് വാർ ടൈം ബ്രോക്കൗട്ട് ആയപ്പോ സമയത്ത് ഇംഗ്ലണ്ട് വാർ ഡിക്ലെയർ ചെയ്യുന്നു വിത്തൗട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോടുകൂടി കൺസൾട്ട് ചെയ്യാണ്ട്. ബ്രിട്ടീഷുകാരുടെ റെപ്രസെന്റേറ്റീവ് കൊളോണിയൽ, നമ്മൾ കോളനി ആണല്ലോ ബ്രിട്ടീഷിന്റെ. അപ്പൊ ബ്രിട്ടീഷ് എവിടെയെങ്കിലും വാറിന് പോകുമ്പോൾ നമ്മളുടെ സിപ്പായികളും നമ്മളുടെ ആൾക്കാരെയും ധനവും എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഈ ബ്രിട്ടീഷിന്റെ ഫ്ലാഗിന്റെ താഴെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ആൾക്കാരെ കടലിൽ കടന്നു പോകേണ്ട ഒരു ചാൻസ് വരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ നമ്മളുടെ മതത്തിനെ, ഹിന്ദു മതത്തിനെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ ഈ പ്രോവിൻസസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ, കോൺഗ്രസിന്റെ പ്രോവിൻസിലുള്ളവരൊക്കെ ആ പോസ്റ്റൊക്കെ ഇതെല്ലാം ഇങ്ങനെ കൺസൾട്ട് ചെയ്യാണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വാർ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ റിസൈൻ ചെയ്യുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പെട്ടെന്ന് തന്നെ ഒരു ഈ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 1942 ആണ്. അപ്പൊ അവിടെ ഡിമാൻഡ് ചെയ്യുന്നത് പെട്ടെന്ന് ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് ഡിമാൻഡ് ചെയ്ത് ഇന്ത്യ വിട്ടു പോകണം, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കുകയും അവരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഇനി ഇവിടെ തുടരാൻ പാടില്ല. അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ റിയാക്ഷൻ, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇൻക്ലൂഡിങ് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് അവര് വയലന്റ് ജയിലിലടക്കുകയും അത് പിന്നെ അത് വല്ലാത്തൊരു വയലന്റ് ആയിട്ടുള്ള ഒരു ടേൺ ആയി മാറുന്നു. ഡെമോൺസ്ട്രേഷൻസ് നടക്കുന്നു, അജിറ്റേഷൻ എല്ലാ വിധത്തിലും ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ അജിറ്റേഷൻസ് അല്ലെങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസ് അറ്റാക്ക് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നു, റെയിൽവേ ലൈൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ചെറുതായിട്ട് വന്ന ഒരു ഭാവം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അത് വലിയൊരു ടോട്ടലായിട്ട് ഗവൺമെന്റ് ഓഫ് ബ്രിട്ടനെ ഒരു തളർത്തി കളയാനുള്ള ഒരു പോളിസി ആയിട്ട് മാറും. അപ്പൊ ജിന്നയുടെ ആ സമയത്ത് ഈ ബേസിസിനെ വെച്ചോണ്ട് ജിന്ന സ്വന്തമായിട്ടുള്ള ആ മോഹം അല്ലെങ്കിൽ ആ ടു നേഷൻ തിയറി എന്നുള്ള മോഹത്തിനെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കൊണ്ടുവരികയും ആ സമയത്ത് മുസ്ലിംസിന്റെ സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ അവരെ വേണ്ടി, മുസ്ലിംസിന് വേണ്ടി സംസാരിക്കുന്ന ആള് എന്നുള്ള ലെവൽ. അപ്പോൾ അവിടെ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുസിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വർക്ക് ചെയ്യണേ എന്നുള്ള ലെവലിലേക്കാണ് ജിന്ന അത് പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പൊ 1943 ക്വസ്റ്റ്യൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മള് ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി പ്രകാരം പോകില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫ്രീഡം കിട്ടുമ്പോൾ രണ്ടായിട്ടും ഭാഗിക്കണം, ഇന്ത്യ ഒന്ന് പാകിസ്ഥാൻ ഒന്ന്. അങ്ങനെയാണ് ബൈ നേഷൻ തിയറി വരുന്നത്. ക്യാബിനറ്റ് മിഷൻ വരുന്നു ഇന്ത്യയിലേക്ക്. ബ്രിട്ടീഷിൽ നിന്ന് ക്യാബിനറ്റ് മിഷൻ അയക്കുകയും അവരോട് ഇവിടുത്തെ കാര്യങ്ങൾ വന്ന് വിവരിച്ച് കണ്ടു മനസ്സിലാക്കാനും എങ്ങനെയാണ് ഈ റിവോൾട്ട്, നാഷണൽ ആർമിയുടെ റിവോൾട്ട്, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1946 ഒരു മിഷൻ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ മിഷൻ വഴി ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഡിസ്കഷൻ ചെയ്യുന്നു, ഓർഗനൈസേഷൻ ചെയ്യുന്നു. പക്ഷെ ഈ മിഷൻ മുസ്ലിം ലീഗിന്റെ ഡിമാൻഡ് റിജക്ട് ചെയ്യും അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ ഫെഡറേഷനും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രപ്പോസ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസ് പ്രപ്പോസ് ചെയ്തത് ഒരു ഇൻട്രീം ഗവൺമെന്റ് ആണ്. അതായത് 1946 ഒരു ചെറിയ ഒരു ഇൻട്രീം ഗവൺമെന്റ് വെച്ചാൽ അടുത്ത ശരിയായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ താൽക്കാലികമായിട്ട് ഇൻട്രീം ഗവൺമെന്റ് ഫോം ചെയ്യാനും അതിന്റെ ലീഡറായിട്ട് ജവഹർലാൽ നെഹ്റുവിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ലീഗ് ജോയിൻ ചെയ്തു എങ്കിലും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഔട്ടില് ഇത് മാറി നിന്നു, മുസ്ലിം ലീഗ് മാറി നിന്നു. കാരണം അവർക്ക് അവരുടെ മനസ്സിലുള്ളത് ഐഡിയ കിട്ടുന്നില്ല. പാർട്ടീഷൻ ഫോർമുല വേണം എന്നുള്ളതായിരുന്നു അവരുടെ നിർബന്ധം. ഫെബ്രുവരി 20 47 പ്രൈം മിനിസ്റ്റർ അനൗൺസ്മെന്റ് ചെയ്യാണ് ക്വിറ്റ് ഇന്ത്യയും. ജൂൺ 48 മുമ്പ് എല്ലാം മൗണ്ട് ബാറ്റൻ വരുന്നു. മൗണ്ട് ബാറ്റനെ കൊണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പവർ,
അതായത് കൊളോണിയൽ പവർ മാറി ബ്രിട്ടീഷ് അണ്ടർ ദ ക്രൗൺ ആയിരുന്നെന്ന് മാറി ഫ്രീഡം കൊടുക്കാനുള്ള ഒരു പോളിസിയാണ് ട്രാൻസ്ഫർ ഓഫ് പവർ. അങ്ങനെ വരുമ്പോൾ ജിന്ന വളരെ അഡമന്റ് ആയിരുന്നു മുസ്ലിം സ്റ്റേറ്റ് വേണം എന്നുള്ള ഒറ്റ നിർബന്ധം. അപ്പൊ മൗണ്ട് ബാറ്റൻ ഫോർമുലയും അവരെ ഡിവൈഡ് ചെയ്തു, രണ്ട് പഞ്ചാബും ബംഗാളും ഡിവൈഡ് ചെയ്ത് അതിനെ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയനിലേക്ക് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒപ്പീനിയൻ പാർട്ടീഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടൈമില് പൊളിറ്റിക്കൽ പാർട്ടീസോട് ചേർന്ന് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി 1947, അല്ലെങ്കിൽ സിവിൽ വാർ ഉണ്ടായേനെ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതാണ് പാകിസ്ഥാൻ. അതുവരയ്ക്കും ഭാരതം എന്നുള്ളതാണ്, ഹിന്ദുസ്ഥാനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അതിനെ പാകിസ്ഥാനായിട്ട് മാറുന്നത്. 1947 ഒരേ സമയത്താണ് പാകിസ്ഥാൻ വിഭജനം നടക്കുന്നതും ആ വിഭജനത്തിൽ വഴി ഒരു പുതിയ സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാനായിട്ട് ഉണ്ടാവുന്നത്. ആ കമ്മ്യൂണലിസം കണ്ടിന്യൂ ചെയ്യുകയാണ് അവിടെ 19ാം നൂറ്റാണ്ടിൽ. ഇവിടെ മുസ്ലിംസിന് മാത്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടും അവരുടെ മുസ്ലിംസിന് മാത്രമായിട്ടുള്ള ദിനചര്യകൾ, അവരുടെ ജോബ് മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ആ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള ലെവലിലാണ് പാകിസ്ഥാൻ എന്ന് വരുന്നത്. ഈ ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസത്തിനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണലിസം ഐഡിയോളജി ഒരു ഗ്രൂപ്പിനെ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടോ ഒരു കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഡിഫറെന്റ് റിലീജിയൻ എല്ലാവർക്കും ഒരേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടെയും നമുക്കൊന്ന് റീകൺസീൽ ചെയ്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസും നാഷണലിസവും സൗത്ത് ഏഷ്യയിലെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അഭിപ്രായമാണ് ബിപിൻ ചന്ദ്ര പറയുന്നത്. ആ സമയത്ത് റിലീജിയൻ ഡിഫറൻസസ്, ആ റിലീജിയസ് ഡിഫറൻസസ് കൺവേർഷൻ ചെയ്യും സെക്യുലറിസത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വരുമ്പോൾ അവിടെ നമുക്ക് അത് കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് അത് ഡെവലപ്പ് ആവുന്നു. വിപിൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷിന്റെ അപ്രൂവൽ, ഈ ബ്രിട്ടീഷ് അപ്രൂവൽ എങ്ങനെയാ വെച്ചാൽ സെക്ടേറിയൽ ഫോം, ഈ ഗവൺമെന്റിന്റെ മുസ്ലിം പാർട്ടിയുടെയും പൊളിറ്റിക്സുമായിട്ട് വരുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാര് വളരെ സൗകര്യപ്രദമായിട്ട് ഇതിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിക്കോട്ടെ എന്നുള്ള അപ്രൂവൽ കൊടുക്കുകയാണ്. അപ്പൊ ആ അപ്രൂവൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മുസ്ലിംസിന് കുറച്ചുകൂടെ ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു ഫേവറിറ്റിസം കിട്ടി. അങ്ങനെയാണ് ഒരു ഓൾ ഇന്ത്യ പാർട്ടി ഡിസംബർ 1906 അവര് ഉണ്ടാക്കുന്നു. ഇനി ലക്നൗ പാക്ട്, ഈ ലക്നൗ പാക്ട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് 1912 അത് നള്ളിഫൈ ചെയ്തുവെങ്കിലും മുസ്ലിം ലീഗ് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരോട്, എന്തുകൊണ്ട് അത് നിങ്ങൾ നള്ളിഫൈ ചെയ്തു, ഞങ്ങൾക്ക് അത് വേണം എന്നുള്ള ലെവലിലായിട്ട് 1916 ഒരു ലക്നൗ പാക്ട് വിത്ത് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് ഇലക്ട്രൽ പാർട്ടി കൊണ്ടുവച്ച് ഡിക്ലെയർ ചെയ്ത് ഡൊമിനിയൻ സ്റ്റേറ്റസ് ഫോർ ഇന്ത്യ എന്നുള്ളത് വേണമെന്ന് വെച്ച് അവർ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഹിന്ദു മുസ്ലിം യൂണിറ്റി അതിനെ കോപ്പറേഷൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ടൈമില് അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ പാക്ട് സൈൻ ചെയ്തത് 1922 അത് കഴിഞ്ഞിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആകുമ്പോഴത്തേക്ക് അത് കോളിംഗ് ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റിനെ ഈ മതപ്രകാരം കൊണ്ടുവന്നിട്ട് ഡിവിഷൻ നമ്പർ ഓഫ് ഇവിടെ ഒരുപാട് ലഹളകൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ലഹള ഉണ്ടാകുന്നു. പിന്നെ ജിന്ന കൊണ്ടുവരുന്നു 14 പോയിന്റ് പ്രോഗ്രാം. 14 പോയിന്റ് പ്രോഗ്രാമിൽ വഴി സൈമൺ കമ്മീഷൻ, നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സൈമൺ കമ്മീഷനും ഗോ ബാക്ക് എന്നുള്ള സിറ്റുവേഷനൊക്കെ. ഈ കമ്മീഷൻ വരുന്ന സമയത്ത് ലീഡർ, ഈ മുസ്ലിം ലീഗിന്റെ ലീഡറാണ് മുഹമ്മദ് അലി ജിന്ന, അവിടെ മീറ്റിംഗിൽ വരുന്നില്ല. അതിനുശേഷം മുസ്ലിംസ് എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആക്കി അതിനെ അവർക്ക് വേണ്ട ഡിമാൻഡ്സിനെയാണ് ജിന്നാസ് 14th പ്രോഗ്രാം എന്ന് അവിടെ കൊണ്ടുവരുന്ന അതിനെ ഡിസ്കസ് ചെയ്യാനും റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞു അൺകോംപ്രമൈസ് ആയിട്ട് ഒരു ലീഗും ഒന്നിനും തയ്യാറല്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ലെവലിൽ വരുമ്പോൾ വേറെ വഴിയില്ലാണ്ടാവുമ്പോഴത്തേക്കും ഈ ഡിമാൻഡ് കമ്മ്യൂണൽ അവാർഡ് അക്സെപ്റ്റ് ചെയ്യുകയും ജിന്ന പറഞ്ഞ പ്രകാരം ഈ 14th പ്രോഗ്രാം ആയിട്ട് മാറുകയും ചെയ്യുന്നു.
ഇനി റൗണ്ട് ടേബിൾ കോൺഫറൻസില് മുഹമ്മദ് ഇക്ബാൽ 1930 ഈ മുസ്ലിം ലീഗ് പറഞ്ഞു, ഞാൻ പഞ്ചാബ് എന്നുള്ളത് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സ് ആണ്, സെക്കുലബാദ് ബലൂചിസ്ഥാൻ, ഇത് എന്ന് വെച്ചാൽ ഒരുമിച്ചാക്കുക. എന്നിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് മുസ്ലിം സ്റ്റുഡൻസ് ഇംഗ്ലണ്ടില് അങ്ങനെ മുസ്ലിം ലീഡർ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ സ്റ്റുഡന്റ് ലീഡറാണ് റഹ്മത്ത് അലി, പ്രൊപ്പോസ് ചെയ്യുന്നു മുസ്ലിം സ്റ്റേറ്റ്. അതിന്റെ അർത്ഥം പാകിസ്ഥാൻ, ആ പേരാണ് അത് വരുന്നത്. ആ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഈ കോർപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട്, കോൺഗ്രസ്സുകാട് കോർപ്പറേഷൻ ഇല്ല, പിന്നെ ഈ ലൂസ് ഫെഡറൽ ഗവൺമെന്റിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ അവര് പാസ് ചെയ്തിട്ട് ക്രിയേഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. ഇൻട്രീം ഗവൺമെന്റ് ഈ ലീഗില് ഇതിവിടെയും ഒരു ചെറിയൊരു ഗവൺമെന്റ്, ഇൻട്രീം ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത് 1945 മുതൽ 46 വരെ. അതിനുശേഷം 440 സീറ്റ് ജയിക്കുന്നു 495 നിന്ന്. അങ്ങനെ ലീഗ് ഫോർമേഷൻ ഉണ്ടാവുന്നു. മുസ്ലിം പാർട്ടിക്ക് മാത്രമായിട്ട് ജിന്നയാണ് ഡിക്ലെയർ ആയിട്ടുള്ള ഇഷ്യൂ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ റിജക്ട് ചെയ്തതാണെങ്കിലും പക്ഷെ ആ സമയത്ത് നിവർത്തിയില്ലാത്തത് കൊണ്ട് അത് ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് മാറുന്നു. ഡയറക്റ്റ് ആക്ഷൻ ആയിട്ട് നോക്കുമ്പോൾ ജിന്നയുടെ ഒരു ആക്ഷന് നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നു. ഇതില് വിറ്റ്നസ് ചെയ്യുന്നത് മുഴുവൻ 2 കൺട്രികൾ, ബംഗാൾ, ബീഹാർ, യുണൈറ്റഡ് പ്രോവിൻസസ്, ഡൽഹി എത്തണം, പഞ്ചാബ് വേണം, മൗണ്ട് ബാറ്റൻ വേറെ നിവൃത്തിയില്ലാണ്ട് ട്രാൻസ്ഫർ ഓഫ് പവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരികയും മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരോടും ജിന്നയോടും സംസാരിച്ച് ഇന്ത്യൻ പാർട്ടീഷനെ പറ്റി ഒരു ധാരണയിലെത്തിയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 കൊണ്ടുവരുമ്പോൾ 2 ഡൊമിനിയൻസ് അഡ്ജസ്റ്റബിൾ ഫിക്സേഷൻ വെച്ച് അത് ബൗണ്ടറി കമ്മീഷൻ വെച്ച് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് പഞ്ചാബ്. ആ സമയത്ത് അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഡിവിഷൻ, അങ്ങനെ അതിന്റെ പരിണാമമായിട്ട് ആദ്യം ബംഗാളിൽ ഉണ്ടായിരുന്ന ആ ഡിവിഷന്റെ പരിണാമമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ക്രിയേഷൻ കാണുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്, സൗത്ത് ഏഷ്യയിലേക്ക് വരുന്നത് ബംഗ്ലാദേശ്, തൊട്ടടുത്തതാണ്. ബംഗ്ലാദേശിന്റെ ഒരു പാകിസ്ഥാന്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടിയും ഇവിടെയും മുസ്ലിംസ് ഉണ്ട്, ഒരു സെപ്പറേറ്റ് ലാൻഡ് ആണ് അവരുടെ ഏറ്റവും ലാൻഡ്മാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഡിസിഷൻ, റൂളിംഗ് ഗവൺമെന്റ് ബംഗാളി നാഷണലിസം ഇൻ പാകിസ്ഥാൻ, ബംഗാളീസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. ഈ ലാംഗ്വേജ്, അതായത് പാകിസ്ഥാനിൽ അവർ സംസാരിക്കുന്ന ഭാഷ ഉറുദു, ബംഗാളികൾ സംസാരിക്കുന്ന ഭാഷ ബംഗാളി. അപ്പൊ അവർക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്നത് വേണം, അത് അവരുടെ ഭാഷയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം വേണമെന്നുള്ള ഡിമാൻഡ് വരുന്നു. പിന്നെ പോപ്പുലേഷൻ കൂടുതലാണ്, പോലീസ് അവരെ അടിച്ചോടിക്കുമ്പോഴത്തേക്കും അത് ഇന്റൻസിഫൈ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ മരണത്തിന് ശേഷം ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ബംഗാളി കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ബംഗാളീസിന് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ആ ലാംഗ്വേജ് പ്രോബ്ലം മൂവ്മെന്റ് വളരെ നാഷണലിസ്റ്റിക് സെന്റിമെന്റിലാക്കി റീഇൻഫോഴ്സ് ചെയ്ത് അവർ പൊളിറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ കൊണ്ടുവന്നിട്ട് ഡിമാൻഡ് ചെയ്യും. വെസ്റ്റ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ബംഗാളി ഇഷ്യൂ ഇവിടെ വരുന്നത് ബംഗാളി കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ബംഗാളി ലാംഗ്വേജ് സ്പീക്കിംഗ് ആൾക്കാരെന്ന് പറയാം. അവരുടെ റിലേഷൻഷിപ്പ് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിലുള്ള ചേർച്ച ഇല്ലായ്മ, എക്സ്ചേഞ്ച് ഓഫ് ഏർണിങ്സ് ഉണ്ട്, അത് ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാന്റെ പ്രോഗ്രസ് വളരെ സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ സബോർഡിനേറ്റ് പൊസിഷനിൽ വരുമ്പോൾ പാകിസ്ഥാന്റെ സ്ട്രക്ചറിൽ അവർക്ക് പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഡിമാൻഡ്. അപ്പോൾ ഈ മാനേജ്മെന്റ് ഈസ്റ്റ് പാകിസ്ഥാൻ അഫയേഴ്സ് ഒക്കെ ഒരു നോൺ ബംഗാളി നവാബ് അല്ലെങ്കിൽ മുസ്ലിം ട്രേഡേഴ്സ് ആണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ 2 കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള ഫോഴ്സസിനെ കൊണ്ട് ഈസ്റ്റ് പാകിസ്ഥാനില് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ എന്താവും, അവിടെ ഉള്ളവര് ബംഗാളി ലീഡർഷിപ്പ് വേണം എന്നുള്ള ഒരു ഡിമാൻഡിൽ കൊണ്ടുവന്നിട്ട് ആ സ്ട്രക്ചർ കൊണ്ടുവരുന്നു. ഇനി യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് വരുമ്പോഴത്തേക്കും ആമി മുസ്ലിം ലീഗ്
ഇവരുടെ ലീഡറുടെ പേരിന് ബഷാനി. 1949 എല്ലാ ബംഗാളീസും കൂടെ ചേർന്ന് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടുവരുന്നു. ഇവരുടെ ഡിമാൻഡ് ഓട്ടോണമി, ഈസ്റ്റ് പാകിസ്ഥാൻ ഓട്ടോണമി ആയിരിക്കണം. അത് മാത്രമല്ല ബംഗാളി ലാംഗ്വേജിനെ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് ഡിമാൻഡ് ചെയ്തു. ഇത് മാത്രമല്ല ഇതൊക്കെ ഡിഫീറ്റ് ചെയ്തു. മുസ്ലിം ലീഗ് സമ്മതിക്കുന്നില്ല ഈസ്റ്റ് പാകിസ്ഥാനിൽ. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഡിസ്മിസൽ, യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ള ഫോർമേഷനെ ഡിസ്മിസ് ചെയ്യുകയും അവിടെ മിലിറ്ററി റൂള് സ്ഥാപിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ മിലിറ്ററി ഭരണം കൊണ്ടുവരുമ്പോൾ അത് ഗവർണറുടെ റൂൾ അല്ലെങ്കിൽ ഗവർണറുടെ ഭരണം എന്ന് പറയുന്നു. അതിനെ കൊണ്ടുവന്ന ശേഷം അവരുമ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ആവുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല മിലിറ്ററി ഡിക്റ്റേറ്റർ ജനറൽ അയൂബ് ഖാൻ. 1959 ഫസ്റ്റ് ഫേസിൽ സ്ട്രഗിൾ ആണ്. പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ ആളുടെ ലീഡറായിട്ട് വരികയും പിന്നെ ഈ മിലിറ്ററി ഡിക്റ്റേറ്റർ അയൂബ് ഖാൻ റിയലി എന്താ വെച്ചാൽ മിഡിൽ ക്ലാസ് ലെവലിലുള്ളവര് അല്ലെങ്കിൽ വെർണാക്കുലർ എലൈറ്റ് ഉള്ളവര് ആദ്യം വരെ വരാൻ പാടില്ല, അവർ താഴ്ന്ന തട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇനി മുജീബ് റഹ്മാന്റെ കാര്യങ്ങള്. മുജീബ് റഹ്മാൻ 6 പോയിന്റ് ആയിട്ടാണ് വരുന്നത്. 1966 പുള്ളിയുടെ മുജീബ് റഹ്മാൻ ഡിമാൻഡ് ചെയ്ത് ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് ആയിരിക്കണം, പാർലമെന്ററി നേച്ചറിലുണ്ടായിരിക്കണം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എല്ലാവർക്കും കൊടുക്കണം, പോപ്പുലേഷൻ ബേസ് അനുസരിച്ച് ഏത് സ്ഥലത്താണോ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അവിടെ കൂടുതൽ ആൾക്കാർക്ക് കാൻഡിഡേറ്റ്സ് നിൽക്കാനുള്ള ബേസിസ്. പിന്നെ പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റെബിലിറ്റി. ഫോറിൻ അഫയേഴ്സ്, ഫെഡറൽ ഗവൺമെന്റ് ഫോറിൻ അഫയേഴ്സിനും ഡിഫൻസും മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഓരോ വിങ്ങിനും അവരുടേതായ കറൻസി ഉണ്ടാക്കണം. അത് മാത്രമല്ല കറൻസിയുടെ അക്കൗണ്ട്സും ഉണ്ടാക്കണം. ടാക്സേഷൻ ഓരോ പ്രോവിൻസിലും സെപ്പറേറ്റ് ലെവലിലായിരിക്കണം. ഫെഡറൽ യൂണിറ്റ് കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഏർണിങ്സ് കൊണ്ടുവരണം. ഈ ഓരോ യൂണിറ്റിനും വരുന്ന റേസ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഓരോ യൂണിറ്റും അവരുടേതായ പാരാമിലിറ്ററിയും മിലിറ്ററിയും ഉണ്ടാക്കണം. ഇതൊക്കെയായിരുന്നു മുജീബ് റഹ്മാന്റെ 6 പോയിന്റ് പ്രോഗ്രാം ആയിട്ട് 1966 കൊണ്ടുവന്നത്. പിന്നെ 1970 ഒരു ജനറൽ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ജനറൽ ഇലക്ഷൻ വഴി അവരുടെ അസംബ്ലി, നാഷണൽ അസംബ്ലി ഉണ്ടാക്കുകയും ഈസ്റ്റ് പോപ്പുലേഷൻ വിങ്ങിലെ വരും. ആ നാഷണൽ അസംബ്ലി പോസ്റ്റ്പോൺ ചെയ്ത് മിലിറ്ററി റൂളും എലൈറ്റ് ആക്കി മാറ്റിയും ഒപ്പോസിഷൻ വന്നു. സുലിഫർ അലി ഭൂട്ടോ, വെസ്റ്റ് പാകിസ്ഥാനിലുള്ള ഭൂട്ടോക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷനെ വരുന്നു. അപ്പൊ മുജീബ് റഹ്മാൻ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഫോളോ ചെയ്യാണ് വിത്ത് അയൂബ് ഖാന്റെ കൂടെ. അപ്പൊ പാകിസ്ഥാനി റൂള് ഇവിടെ നെഗോഷിയേഷൻസ് ചെയ്തിട്ട് മിലിറ്ററി അസോൾട്ട് കൊണ്ടുവരികയും അവർ മിലിറ്ററി വാഴ്ചയിൽ കൂടെ വരുമ്പോഴത്തേക്കും ബംഗാളീസിനെ ഒരു സബ്മിഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു പോയിന്റിലാണ് ഇവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ആംഡ് സ്ട്രഗിൾ, ഇതില് ഇവരെ മിലിറ്ററി ഉപയോഗിച്ച് ബംഗാളി നാഷണലിസ്റ്റിനെ 25 മാർച്ചില് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒരു വലിയൊരു സ്ട്രഗിൾ ആയിട്ട് മാറും, ഒരു വലിയൊരു വഴക്കായിട്ട് മാറിയും അതിനുശേഷം ടോർച്ചർ ഒക്കെ ചെയ്ത് പാകിസ്ഥാനി ഇത് നേഷൻഹുഡ് വേണ്ട എന്ന് പറഞ്ഞവര് ബംഗ്ലാദേശായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു. ഇന്ത്യയുടെ റോള് ഇതിൽ എങ്ങനെയാണ്? ഫോർമേഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാല് ഇന്ത്യ എല്ലാവിധ മിലിറ്ററി ട്രെയിനിങ്ങും ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ട്രെയിനിങ്, മാസീവായിട്ട് ഡിപ്ലോമാറ്റിക് ഒഫൻസ് ഒക്കെ എങ്ങനെ കൊണ്ടുപോകാം, ജനസൈഡ് എങ്ങനെ, ഇന്ത്യൻ മിലിറ്ററിന്റെ സപ്പോർട്ട് അവർക്ക് കിട്ടും. പാകിസ്ഥാന്റെ ഡിക്ലെയർ, അപ്പൊ ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്നതും പാകിസ്ഥാൻ വേഗം ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു വാർ ഡിക്ലെയർ ചെയ്യുന്നു ഡിസംബർ 3 ഈ ആംഡ് സ്ട്രഗിൾസ് എൻഡ് ആവുന്നത്, അവസാനിക്കുന്നത് ഡിസംബർ 16 1971 ആർമി, പാകിസ്ഥാൻ ആർമി സറണ്ടർ ചെയ്യേണ്ടി വരുന്നു. ആരോട് സറണ്ടർ ചെയ്യുന്നു? ബംഗ്ലാദേശ് ലിബറേഷൻ ആർമിയുടെ കൂടെയും ഇന്ത്യൻ ആർമിയുടെ കമ്പൈൻഡ് ആർമിയുടെ അടുത്ത് പാകിസ്ഥാൻ 1971 നടന്ന വാറിൽ അവര് സറണ്ടർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ബംഗ്ലാദേശിന് ഈ പാകിസ്ഥാനിൽ നിന്നിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് കിട്ടി. അങ്ങനെ അവര് സോവിയറ്റ് ഇൻഡിപെൻഡന്റ് നേഷനായിട്ട് മാറുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശ്രീലങ്ക. ഈ നെയ്ബർഹുഡിൽ വരുന്ന സ്റ്റേറ്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ശ്രീലങ്ക വരുമ്പോഴത്തേക്കും ശ്രീലങ്കയിലും ഇതേമാതിരി ഐലൻഡ്സ് ആണ്,
ഒരുപാട് ഐലൻഡ്സ് ആണ് കിടക്കുന്നത്. ഐലൻഡ്സിനെ ഇവര് ആ കാലഘട്ടത്തിൽ, മൂന്നാം കാലഘട്ടത്തിൽ സിലോണിൽ കണ്ടില്ല, ആ പഴയ പേര് സിലോൺ ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, സൗത്ത് ഏഷ്യയില് ഇന്ത്യൻ കോണ്ടിനെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലന്റെ നെയ്ബറാണ് സിലോൺ. സിലോണില് ഒരു പ്രോവിൻസ് ആണ് ചോള കിങ്ഡം. ഇവിടെ നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയില് ചോള കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാര് അവിടെ മൈഗ്രേറ്റ് ചെയ്യും, അവിടെ താമസിക്കുകയും ചെയ്യുന്നു. അപ്പൊ 12ാം സെഞ്ചുറിയില് സിംഗള കിങ് പ്രഭുക്കാര യൂണിഫൈ ചെയ്ത് ഒരു ഹോളായിട്ട് ഒരു കൺട്രീനെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ചെറുതായിട്ട് കടന്നതിനെ ഒന്നാക്കി എടുത്തിട്ടാണ് ഈ പേര് കൊണ്ടിരിക്കുന്നത്. അവിടെ തമിഴ് കിങ്ഡം എന്ന് പറയുമ്പോ അങ്ങരുടെ മരണശേഷം ഈ ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ പ്രശ്നങ്ങൾ അവരുടെ യൂണിഫിക്കേഷൻ, തമിഴ് കിങ്ഡം, തമിഴ് ഇല്ലം, LTT ട്രെയിനർ നമ്മള് നാടുകളിൽ കണ്ടിട്ടുണ്ട്, LTT. അപ്പൊ ഈ തമിഴ് കിങ്ഡം വേണമെന്നുള്ള ജാഫ്നയില് പെനിൻസുലയില് നോർത്തേൺ ഐലൻഡില് അവിടെ ഒരു ഡിമാൻഡ്, അവര് സിംഗള ഗവൺമെന്റിനെ അല്ലെങ്കിൽ സിംഗളീസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. അവർക്ക് തമിഴന്മാർ, ഇവിടെ നിന്ന് പോയിട്ടുള്ള തമിഴന്മാരാണ് അവര് സെറ്റിൽ ആവുന്നു. കാരണഘട്ടം കൂടുതലും ഈ എന്താ പറയാ, നമ്മുടെ ഈ ഫാമിലും അല്ലെങ്കിൽ പ്ലാന്റേഷനിലും വർക്ക് ചെയ്യുന്നവരാണ്. ഈ പോർച്ചുഗീസ് സമയത്ത് 16ാം നൂറ്റാണ്ടിൽ സിലോൺ 3 ഭാഗമായിട്ട് മാറി, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. 2 ഭാഗം സിംഗളൈസ്, ഒരു ഭാഗം ഒന്ന് കോട്ടയിലെ ബേസ്ഡ്, രണ്ടാമത്തത് സൗത്തിൽ ബേസ്ഡ്, മൂന്നാമത്തത് ഈസ്റ്റ് ഓഫ് ദ ഐലൻഡ്. പിന്നെ വരുന്നത് കാണ്ടി എന്ന് പറയുന്നത് അവരുടെ സെൻട്രൽ ഭാഗമാണ്, കണ്ടി എന്ന് പറയും. അവിടെ അത് കൂടാണ്ട് ഒരു തമിഴ് കിങ്ഡം എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ആണ്. അങ്ങനെയാണ് ഈ 3 ഡിവിഷൻ അവിടെ തമിഴ് കിങ്ഡത്തിൽ ഉള്ളപ്പോൾ സിംഗളക്കാരും സിംഗള റൂളേഴ്സും സിംഗള പീപ്പിളും തമിഴ് ആൾക്കാരും തമിഴ് ബേസ്ഡ് ആൾക്കാരും തമ്മിലുള്ള ശ്രീലങ്കയിലെ ഭയങ്കര ഫൈറ്റ് നടക്കും. ഇതിനുശേഷം നമുക്ക് ഡച്ചും ബ്രിട്ടീഷും എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്തു. ഈ ഡച്ചും ബ്രിട്ടീഷും സപ്പോർട്ടേഴ്സ് ആണ്. 17ാം നൂറ്റാണ്ടിൽ അവര് ഡച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് അവര് റിപ്പോർട്ട് ചെയ്യുന്നത് ഡച്ച് സിലോണിനെ ഒരു 100 വർഷത്തോളം റിമെയിൻഡ് ഇൻഡിപെൻഡന്റ്, അതിന്റെ കാണ്ടിയൻ കിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രേഡേഴ്സ് ആണ്. അതിനെ മാറി ബ്രിട്ടീഷുകാര് അവരെ ഡച്ചിനെ മാറ്റി 1976-ൽ 1802-ൽ അബോളിഷ് ചെയ്തിട്ട് തമിഴ് സ്റ്റേറ്റിനെ ഒരു ക്രൗൺ കോളനി, അതായത് ബ്രിട്ടീഷിന്റെ ക്രൗൺ കോളനി. ഞാൻ നേരത്തെ പറഞ്ഞു ക്രൗൺ കോളനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് കോളനി അവരുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്വീൻ അല്ലെങ്കിൽ കിങ്, അതിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. തലപ്പത്തുള്ളവര് രാജാവിന്റെ കോളനി ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രേറ്റ് റെബല്യൻ നടക്കുന്നുണ്ട്. ഈ സമയത്ത് 1815-ൽ ഈ അഡ്വാൻറ്റേജ്, ഇന്റേണൽ ആയിട്ടുള്ള പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കാണ്ടിയൻസിന്റെ പ്രിവിലേജസ്, അവരുടെ പ്രിസർവേഷൻ, കസ്റ്റമറി ലോസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്. ഇതൊരു അഭിപ്രായ വ്യത്യാസത്തിന് ബ്രിട്ടീഷ് വളരെ കൂളായിട്ട് ഉപയോഗിച്ച് നാക്കനാർ ഡൈനാസ്റ്റിനെ അടിച്ചമർത്താൻ അത് ഉപയോഗിച്ചു. അത് മാത്രമല്ല കാണ്ടിയിൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയും അതിൽ കൂടെ ഒരു സ്റ്റേറ്റസ്, അരിസ്റ്റോക്രാറ്റിന്റെ ബിഹൂസ്, ഒരു അരിസ്റ്റോക്രസി എന്നുള്ള ഒരു പോപ്പുലേഷൻ കൊണ്ടുവന്ന് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ പരിണാമമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ബ്രിട്ടീഷുകാരോട് ഉള്ള ബ്രിട്ടീഷ് കൺട്രോളിനോട് 1818-ൽ ഒരു റെബല്യസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. ഗ്രേറ്റ് റെബല്യൻ എന്നാണ് അതിന്റെ പേര്. അവരെ ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ കാണ്ഡ്യ പ്രോവിൻസിനെ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ചേർത്ത് ഈ റെബല്യസ് അല്ലെങ്കിൽ വിപ്ലവത്തിനെ അടിച്ചമർത്തി അവരെ അതിനെ ഒറ്റയ്ക്കാക്കി ബാക്കിയുള്ള രാജ്യത്തോടു കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചാർട്ടർ ഓഫ് ജസ്റ്റിസിൽ എന്താ പറയുന്നതെന്ന് വെക്കാം. 1833-ൽ ബ്രിട്ടീഷ് കോളനി റിഫോർമേഷൻ തുടങ്ങുകയാണ്. ഇവര് റിഫോർമേഷൻ കൊണ്ടുവരുന്ന മുഴുവൻ ജുഡീഷ്യൽ അതോറിറ്റിയിൽ കൂടെ പൈസ അവർക്ക് കിട്ടുന്ന സാലറി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, റിലാക്സ് ചെയ്യുന്നു, ട്രഡീഷണൽ സിസ്റ്റം കൊണ്ടുവരുന്നു, കമ്പൽസറി ലേബൽ സിസ്റ്റം കോൾഡ് രാജകാര്യ സിസ്റ്റം. രാജകാര്യം നോക്കുന്ന ആ ലേബർ, അതായത് രാജാവിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് രാജകാര്യം നോക്കുന്നവർ എന്ന് പറയാം. അത് ലേബറിനെ അബോളിഷ് ചെയ്യുന്നു. അതിനുശേഷം ഓണർഷിപ്പ്,
ഈ ബ്രിട്ടീഷിന്റെ ലെവൽ ഓണർഷിപ്പിലുള്ള ലാൻഡ് ഒക്കെ മാറ്റി അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ ചെയ്യുന്നു. കോളേബ്രൂക്ക് കാമറോൺ കമ്മീഷൻ സിസ്റ്റം ചെയ്യുന്നു. ഇതുവഴി ചാർട്ടർ ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് എന്ന് വെച്ചാൽ നിയമം അല്ലെങ്കിൽ ന്യായം, 1833 ആ ന്യായത്തിനെ അഭിപ്രായത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രിട്ടീഷിന്റെ ഒരു യൂണിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഇവിടെ കൊണ്ടുവന്ന് അവർ കൊണ്ടിരിക്കുന്നു. ഐലൻഡില്, ശ്രീലങ്കൻ ഐലൻഡിൽ അത് കൊണ്ടിരിക്കുന്നു. ഇതിൽ കൂടെ റെഡ്യൂസ് ചെയ്യുന്ന ഓട്ടോക്രാറ്റിക് പവേഴ്സ്, ഗവർണറുടെ സ്വച്ഛഭരണത്തിന് കുറയ്ക്കുകയും ലെജിസ്ലേറ്റീവ് വഴിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വഴിയും പവേഴ്സ്, ഗവൺമെന്റിന്റെ പവേഴ്സ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ കൊണ്ടുവരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പൽസറി ആയിട്ട് ഒരു ലാംഗ്വേജ് ആക്കി മാറ്റി. അപ്പോൾ അവർക്ക് സംസാരിക്കാനും വായിച്ച് മനസ്സിലാക്കാനും പറ്റുമെന്നുള്ള ബെനിഫിറ്റ് ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം ലാംഗ്വേജസ് സ്കൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിലോണീസ് എക്കോണമിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ രാജകീയ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിർത്തപ്പോ അവരുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, അതായത് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ വെച്ചാൽ ഏക്കർ കണക്ക് എസ്റ്റേറ്റ്, അതിനാണ് പ്ലാന്റേഷൻ എന്ന് പറയാം. ആ ലാൻഡ് രാജാവിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷിലുള്ള രാജാവിന്റെയോ രാജ്ഞിയുടെ ലാൻഡിനെയൊക്കെ വളരെ ചീപ്പായിട്ട് വിറ്റു. അതിനുശേഷം ഈ പ്രൊഡക്ഷൻ, സിനമൺ അല്ലെങ്കിൽ പെപ്പർ, ഷുഗർ കെയിൻ, കോട്ടൺ, എല്ലാ പട്ടകൾ, ഇതൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. ലേബർ, കോഫി പ്ലാന്റേഷനിലും ടീ പ്ലാന്റേഷനിലും ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ളതും ശ്രീലങ്കയിൽ താമസിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ് ലേബറേഴ്സ് ആയിട്ട് വരിക. 19ാം നൂറ്റാണ്ടിൽ ഈ ക്രോപ്സ് ഒക്കെ, ടീ, റബ്ബർ, കോക്കനട്ട് ഒക്കെ പ്ലാന്റേഷൻ കാര്യമായിട്ട് ചെയ്ത് അവരുടെ അവരുടെ എക്കോണമി, സിലോണിന്റെ എക്കോണമി വലുതാക്കി കൊണ്ടുവരാണ്. പിന്നെ എഡ്യൂക്കേറ്റഡ് സിലോണീസ് എന്താ ചെയ്യുന്ന വെച്ചാല് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യാണ്ടിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ് തന്നെ 1910 കൊണ്ടുവന്ന സ്ട്രക്ചേഴ്സിനെ പറ്റിയും എക്സിക്യൂട്ടീവിനെ പറ്റിയും ലെജിസ്ലേറ്റീവിനെ പറ്റിയും മെജോറിറ്റി വേണമെന്ന് പറയും. ആ മെജോറിറ്റി വഴി അവരെ എലക്ട് ചെയ്ത പ്രിൻസിപ്പളിനെ കൊണ്ടുവരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിലോണീസ് ആയിരിക്കണം ഈ ഇലക്ടറേറ്റില് വരുന്നത് എന്നുള്ളത് അവർ ഡിമാൻഡ് ചെയ്യുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നു. അതിനുശേഷം ഈ സിലോണീസ് മെമ്പേഴ്സിനെ കമ്മ്യൂണൽ, അതായത് അവരുടെ കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്യുക. അതായത് പാർട്ടി ലീഡർ ആയിട്ട് നോമിനേറ്റ് ചെയ്യുക, പാർട്ടി മെമ്പർ ആയിട്ട് നോമിനേറ്റ് ചെയ്ത്, അങ്ങനെ കമ്മ്യൂണൽ ബേസിസിൽ നോമിനേഷൻ നടത്തി വരുന്നു. പിന്നെ 1931 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സിലോണീസിന്റെ ഡിമാൻഡ് ഒരു പവർ, പൊളിറ്റിക്കൽ പവർ വേണം, ഗവൺമെന്റൽ എക്സ്പീരിയൻസ് വേണം, അതിന് ഒരു സെൽഫ് ഗവൺമെന്റും ഉണ്ടാക്കണം. ഇതിന് എന്താ വേണ്ടത് വെച്ചാൽ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടാക്കുകയും ആ ലെജിസ്ലേറ്റീവ് ആയിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് അറിയുന്നവരെ കൊണ്ടുവേണം അത് ചെയ്യിപ്പിക്കാൻ. ഈ കൗൺസിലിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടെറിട്ടറി വൈസ് എലക്ട് ചെയ്ത മെമ്പേഴ്സിനെ കൊണ്ടുവരിക. കൗൺസില് 7 കമ്മിറ്റി, ഓരോ 7 കമ്മിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ കമ്മിറ്റിക്കൊക്കെ ഒരു ചെയർമാനും ഒരു മിനിസ്റ്ററേയും കൊടുത്തു, അവരെ എക്സിക്യൂഷൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാന്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, അത് വെച്ചാൽ നമ്മൾക്ക് വോട്ടവകാശം, യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ വോട്ടവകാശം മുഖാന്തരം സിലോണീസിന് പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ശ്രമിച്ചത്. ഇനി സിംഗള മഹാസഭയിൽ എന്താ പറയുന്നത്? അവിടെ മുഴുവനും മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇതില് ഈ ഞാൻ നേരത്തെ പറഞ്ഞു സ്വാതന്ത്ര്യം, വോട്ടവകാശം, യൂണിവേഴ്സൽ സഫറേജ്, യൂണിവേഴ്സൽ, റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ളതോ നാഷണൽ ബേസ് ചെയ്തിട്ടുള്ളതോ എന്നുള്ളതാണ് അവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇവിടെ SWRD എന്ന് പറയും. ശ്രീമതി ഭണ്ഡാർ നായിക്കയുടെ കാലഘട്ടത്തിലാണ് ഈ സിംഗള മഹാസഭ ഫോം ചെയ്യുന്നത്. ഈ വോട്ടവകാശം കമ്പൽ ചെയ്ത് ലീഡർഷിപ്പിന്റെ കൂടെ രണ്ടാമത്തെ കൗൺസിൽ 1936 മുതൽ 47 വരെയുള്ള കാലത്തിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കൊണ്ടുവരികയും അതിനെ എക്കണോമിക്കലി എത്രത്തോളം നാഷണലിസത്തിലേക്ക് കൊണ്ടുവരിക്കാം, ഈ ഫീൽഡില് ഏതൊക്കെ ഫീൽഡിലാണ് ഇംപ്രൂവ്മെന്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ് സബ്സിഡിയിലൊക്കെ അത് കൊണ്ടുവന്ന് അവര് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു.
ഇനി ട്രാൻസ്ഫർ ഓഫ് പവർ. ഇവിടെ വരുന്നത് നമ്മള് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സോൾബറി കമ്മീഷൻ അവിടെ വരുന്നു 1944. ഇവിടെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണലി ഇവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പരാമർശിക്കുകയും ഇന്റേണൽ സെൽഫ് ഗവൺമെന്റ് വേണോ, സെൽഫ് ഡിഫൻസ് എങ്ങനെ ഉണ്ടാവും, എക്സ്റ്റേണൽ അഫയേഴ്സ് ബ്രിട്ടീഷിന്റെ കൺട്രോൾ കൂടി വേണോ, അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാനാണ് ഈ കമ്മീഷൻ വരുന്നത്. ഇതിന്റെ റാഡിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സ്, സിലോണിസിന്റെ റാഡിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സിനെ പറ്റിയും കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ട എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്താണ് ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ ഇങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ കമ്പൽസറി ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം കിട്ടുന്ന സമയം ആയതുകൊണ്ട് 1948 ഇവര് ഒരു പ്രൊവിഷൻ കൊണ്ടുവരാണ്. ഈ ട്രാൻസ്ഫർ പവർ അവരുടെ ഗവൺമെന്റിലേക്ക് മുഴുവനായിട്ട് നടത്തുന്നു. ഈ ജനറൽ ഇലക്ഷൻ നടത്തി 1947 ഈ പാകിസ്ഥാൻ ഈ ശ്രീലങ്കന്റെ ട്രാൻസ്ഫർ ഓഫ് പവർ വളരെ സ്മൂത്ത് ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടും പോയെങ്കിൽ അതുകൊണ്ട് അവർ ഡോമിനന്റ് സ്റ്റേറ്റിലെ കൺട്രിക്ക് നാഷണൽ മൂവ്മെന്റ് ഉണ്ട്. കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പ്രശ്നം തോന്നലുണ്ടായിരുന്നു ഇന്ത്യ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അത് ഉണ്ടായിരുന്നില്ല, ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത് വരുന്നത് നേപ്പാളാണ്. നേപ്പാളില് ഒരു ചെറിയ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സുകളാണ്. 18ാം നൂറ്റാണ്ടിൽ പൃഥ്വിരാജ് ഷാ എന്നുള്ള ഒരു ചീഫ് ഗൂർഖ പ്രിൻസിപ്പാലിറ്റി, ഗൂർഖാസ് ആണ് നേപ്പാളിലുള്ളവരെ വിളിക്കുന്നത്, ഗൂർഖ ആൾക്കാര്, അവരൊരു ഷാ ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നു. ആ ഡൈനാസ്റ്റിയിൽ കൂടെ വരുന്ന ബോർഡേഴ്സ് ഇവിടൊക്കെ വരുന്നത്, ഇവിടെ വരുന്നത് ബ്രിട്ടീഷ് റൂളേഴ്സിന്റെ ബോർഡർഷിപ്പാണ്. ഇന്ത്യയും നേപ്പാൾ ബംഗാൾ ഈ കോമ്പിനേഷൻ അടുത്ത റൂള് 1814. ഇവിടെ നേപ്പാളിന് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ടെറിട്ടറി ബ്രിട്ടീഷ് അതിനെ റെക്കഗ്നേഷൻ ചെയ്യില്ല. സോവറിനിറ്റി, നേപ്പാളിന്റെ സോവറിനിറ്റി ബ്രിട്ടീഷ് റെക്കഗ്നേഷൻ ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് ഒക്യുപ്പൈ ചെയ്തിട്ടില്ല നേപ്പാൾ ഭാഗങ്ങൾ ഒക്യുപ്പൈ ചെയ്ത ബ്രിട്ടീഷ് അവർ അസേർട്ട് ചെയ്തു ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള ഒരു നിർബന്ധം അവർ കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ നേപ്പാളിനും ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റസിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചാൻസ് വരികയാണ്. ഇനി സൻസദ് റോയൽ ഡിഗ്രി, സൻസദ് എന്ന് വെച്ചാൽ റോയൽ ഡിഗ്രി. 19ാം നൂറ്റാണ്ടിൽ ജംഗ് ബഹാദൂർ റാണ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ടിറ്റുലർ ഹെഡ് ആണ്. രാജാവ് ഒരു സ്ഥാനം മാത്രം, അതാണ് ഷാ റൂളർ. അങ്ങനെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് എന്ന് പറയാം, സെൻസർ ഡിഗ്രി, അതിൽ വഴി ഈ ജംഗ് ബഹാദൂറിന് അതോറിറ്റി കിട്ടുന്നു. സിവില് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, ഫോറിൻ റിലേഷൻ, ഇതിൽ കൂടെ പ്രൈം മിനിസ്റ്റർ ആണ് റാണയ്ക്ക് പകരം, അല്ലെങ്കിൽ രാജാവ് അവിടെ ഉണ്ടെങ്കിൽ കൂടെയും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കൂടുതലായിട്ട് റൂൾ ചെയ്ത് പോവുക. നേപ്പാളി ഓർഗനൈസേഷൻസ് പലതും ഉണ്ടാവുന്നു. ഇവർക്കൊക്കെ ഒരു നേപ്പാളി എക്സൈൽ, പുറത്തു പോയിട്ടുള്ള നേപ്പാളീസും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തിട്ടുള്ള നേപ്പാളീസും അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ഈ അസോസിയേഷൻ വഴി അവർ നേപ്പാളില് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ 1930 പല ഓർഗനൈസേഷൻസ് ഉണ്ട്. നേപ്പാളി ഗൂർഖ, പ്രചാന ഗൂർഖ, അങ്ങനെ പല ഓർഗനൈസേഷൻ അവരെ ഡിമാൻഡിൽ ചെയ്ത് നേപ്പാൾ ഒരു ഈ റാണാമാരുടെ റൂള് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റേണൽ ആയിട്ടുള്ള കോറിൽ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരികയും അവരുടെ വ്യത്യാസങ്ങൾ, ഐഡിയൽസിലുള്ള വ്യത്യാസങ്ങൾ മാറ്റി അവർ റാണ പ്രൈം മിനിസ്റ്റർ പത്മ ഷമാറിനെ അക്കോമഡേഷൻ കൊടുത്ത് അവർ ചേഞ്ച് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമപരമായി ഭരണഘടന നേപ്പാളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി അറസ്റ്റ് ചെയ്യുന്നു BP കൊയ്രാല. ആ സമയത്ത് കൊയ്രാല ആയിരുന്നു അവിടുത്തെ രാജാവ്. അവരെ അറസ്റ്റ് ചെയ്യും, പുള്ളിയുടെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോഴത്തേക്കും നേപ്പാൾ കോൺഗ്രസ് ഒരു പ്രൊവിൻഷ്യൽ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ തയ്യാറായി കംപ്ലീറ്റ് അവരുടെ കൺട്രോൾ നമ്മളുടെ കയ്യിലെടുക്കുകയും നേപ്പാൾ ഗവൺമെന്റ് ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ്. ആ ട്രീറ്റി വഴി ഫ്രണ്ട്ഷിപ്പ്, ഇന്ത്യയായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അമിക്കബിൾ വേയിൽ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു. ഇന്ത്യൻ മീഡിയേഷൻ വരുന്നത് ഇന്ത്യ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നതാണ് ഇന്ത്യയുടെ മീഡിയേഷൻ ചെയ്തത്. ഈ നേപ്പാൾ കോൺഗ്രസിൽ വഴി കോൺഗ്രസ് 1948 ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് വേണ്ട ട്രഡീഷൻസും പഞ്ചായത്ത് സിസ്റ്റം നിർത്തിക്കൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററിനെയും
അല്ലെങ്കിൽ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും പഠിപ്പിക്കലും ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് 1948 പഠിപ്പിച്ചു കൊടുത്തു. ഇൻട്രീം ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള ഒരു ഇൻട്രീം ഗവൺമെന്റ് ഉണ്ടാക്കി, നേപ്പാളി കോയിലേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കി, സെൻസസാറിൽ കൊണ്ടുവന്നു, കോൺഗ്രസ് പാർട്ടീനെ കൊണ്ടുവന്നു, രാജാവ് തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നു, അവരുടെ പവേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ പവർ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കി 1404 കൊളാപ്സ് ചെയ്യുന്നു. അപ്പൊ തന്നെ 104 ദിവസം കൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഇൻട്രീം ഗവൺമെന്റ് പോവാണ്. ഇനി നമ്മൾ കാണുന്നത് ഭൂട്ടാനാണ്. ഭൂട്ടാൻ അടുത്ത സ്റ്റേറ്റ് ആണ്. സെവറൽ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇതിന്റെ തന്നെ ഈ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ഭൂട്ടാനൊക്കെ. അവരെ മൊണാസ്റ്റിക് റൂൾസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബോത്സർ സുംഗ ദിവ എന്ന് പറഞ്ഞത് ഡിവോട്ട് റെഫ്യൂജീസ് ആണ് നിൽക്കുന്നത്. അവർ ലോഞ്ച് ചെയ്യുന്നത് യൂണിറ്റി ഭൂട്ടാൻ കൊണ്ടിരിക്കാനും ഒരു യുണൈറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കാനും ശ്രമിക്കുന്നു. പക്ഷെ ഭൂട്ടാനില് പിന്നെയും പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷം ഭൂട്ടാനിൽ ഒരു ഓർഡർ കൊണ്ടിരിക്കാൻ വേണ്ടി ഹെറിഡിറ്ററി ഗവൺമെന്റിനെ നിർത്തലാക്കാൻ 1907 ആംഗ്ലോ ഭൂട്ടാനീസ് വാർ 1864-65 ബ്രിട്ടീഷുകാരും ഭൂട്ടാനീസും തമ്മിലുള്ള വാറാണ് ആംഗ്ലോ ഭൂട്ടാനീസ് വാർ. അത് സെറ്റിൽ ചെയ്ത് ബ്രിട്ടീഷിന്റെ ഭൂട്ടാനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട് ചൈനയുടെ കോസ്റ്റിൽ അവർ ചെയ്യുകയും 1910 ഈ പ്രൊട്ടസ്റ്റ്, ചൈനയുടെ പ്രൊട്ടസ്റ്റ് വഴി അത് ട്രീറ്റ് മാറ്റി ബ്രിട്ടീഷ് റൂളേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഡൽഹി ദർബാറിലേക്ക് വരുന്നു. അവര് ഡൽഹിയിൽ നടക്കുന്ന ദർബാറിൽ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഡെലിഗേഷൻസ്, ഭൂട്ടാനിൽ നിന്ന് ഡെലിഗേഷൻസ് ഇന്ത്യയിൽ വന്ന് ഡൽഹി ദർബാറിൽ അറ്റൻഡ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റായിട്ട് സംസാരിച്ച് പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ഇതെടുക്കുകയും ചെയ്യുന്നു. ഇൻഡോ ഭൂട്ടാൻ ട്രീറ്റി 1949 ഒരു ട്രീറ്റി സൈൻ ചെയ്യാണ് ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഡാർജിലിംഗിൽ വെച്ച് 1949. ഈ ട്രീറ്റി വഴി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഭൂട്ടാനോട് നമ്മൾ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ആഭ്യന്തര കാലങ്ങളിൽ നമ്മൾ തലകടത്തില്ല, നമ്മൾ അഡ്വൈസ് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ഈ ട്രീറ്റി മുഖാന്തരം നമ്മൾ പറഞ്ഞത്. ആർബിട്രേഷൻ കൗൺസിൽ വഴി ഇന്ത്യ പറഞ്ഞത് മുഴുവനും ഭൂട്ടാനീസിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ വെച്ച് നോമിനേറ്റ് ചെയ്ത് ഓർഡർ ഫെഡറൽ ഹൈക്കോർട്ട് കൊണ്ടുവരിക. അതിന്റെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും. സിമുലേഷൻസോ പ്രാക്ടീസോ ഒക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും. ഇനി മാൽദീവ്സ് ആണ് അടുത്തത്. മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഐലൻഡുകളാണ്. ഇൻഡോ യൂറോപ്യൻ ടൈമിലുള്ള മാൽദീവ്സില് 5th സെഞ്ചുറിയിലുള്ളതാണ്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈസ്റ്റ് ആഫ്രിക്ക വഴി അറബുകാർക്ക് വന്നിരുന്നു. മാൽദീവ്സിനെ അവരിലുള്ളവർ മുഴുവൻ മുസ്ലിംസ് ആണ്. സുന്നി മുസ്ലിം ആയിട്ട് മാറിയും ഫെഡറേറ്ററി ഗവൺമെന്റിൽ വന്നിട്ട് കണ്ണൂറാണ് തലസ്ഥാനം. മൊഹബിൻ ബുക്കർ വാരിയർ ഒരു പാട്രിയോട്ട് ആണ്. അങ്ങേരാണ് ലീഡർഷിപ്പ് കൊടുത്ത് സുൽത്താന്റെ കാലഘട്ടത്തിൽ മാൽദീവ്സിന് ഇൻഡിപെൻഡൻസ് വേണം, ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കാം, പോർച്ചുഗീസിന്റെ ഇന്റർഫിയറൻസ് പാടില്ല എന്നുള്ള ലെവലില് കൊണ്ടുവരുന്നു. മാൽദീവ്സ് ആൻഡ് ബ്രിട്ടൻ പ്രൊട്ടക്ടറേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊട്ടക്ടറേറ്റ് എന്ന് വെച്ചാൽ അവരുടെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നവരാണ് ബ്രിട്ടീഷിന്റെ പ്രൊട്ടക്ഷൻ. ഈ ടേംസ് പ്രകാരം അവിടെ ഒരു സുൽത്താനെയും ഐലൻഡിലുള്ളവര് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഡിസൈഡ് ചെയ്യാനുള്ള ഇന്റേണൽ മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് കൊടുത്തു. മുഹമ്മദ് അമീൻ ദീദി അവര് മാൽദീവ്സിൽ 1953 സെപ്പറേറ്റ് ആയിട്ട് ഒരു റിപ്പബ്ലിക് ഫോം ചെയ്യുകയാണ്. അതിൽ കൂടെ അവരുടെ സൾട്ടനേറ്റിന്റെ പവർ കൺട്രോൾ ചെയ്യാം. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, മാൽദീവ്സിലുള്ള പൊളിറ്റിക്കൽ ഗവൺമെന്റിൽ ബ്രിട്ടീഷിന്റെ മിലിറ്ററി പ്രസൻസ് ഉണ്ടെങ്കിലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. 100 വർഷത്തോളം ഈ ഐലൻഡ് അവരുടെ കൺട്രോൾ ഇരുന്നു. ബ്രിട്ടീഷ് പെർമിഷൻ മേറ്റി അവരുടെ ഐലൻഡില് റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കാനും അതുവഴി പോവാനും ഉള്ള പെർമിഷൻ കിട്ടുന്നു. അവർക്ക് അതിന് ഒരു ലീസ് എന്നുള്ള ലെവലില് $2000 പെർ ഇയർ കൊടുക്കുന്നു എന്നുള്ള ഒരു സിഗ്നേച്ചർ ആണ്. ന്യൂ പ്രൈം മിനിസ്റ്റർ ഇബ്രാഹിം നാസിർ ഒരു അഗ്രിമെന്റ് വെച്ച് ആ ആനുവൽ ചെയ്ത് പോവാണ്. ഫ്രീഡം 26 ജൂലൈ 65 നാസിർ ചാലഞ്ച് ചെയ്യുന്നു സെക്ഷനിസ്റ്റിനെ. അതിനുശേഷം ഈ 30 year പീരീഡിനെ മാറ്റി അവര് മാൽദീവ്സിൽ മുഴുവനും ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ആ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ഈ 7,50,000 പൗണ്ട് വരണം എന്നുള്ളത് പീരീഡ് 1960-65 പീരീഡിൽ അവരുടെ എക്കണോമിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 1926-65 മാൽദീവ്സ് അവരുടെ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് മേടിച്ച് അവര് ബ്രിട്ടനിൽ നിന്ന് ഫ്രീഡം കിട്ടുന്നു. മാൽദീവ്സ് അത് അങ്ങനെയാണ് അവര് റിപ്പബ്ലിക് ആയിട്ട് ഒരു സ്വന്തം എഫേർട്ടിൽ
ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പവറും ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്ന് പോയിക്കൊണ്ടിരുന്നാൽ കൂടിയും ഫെസിലിറ്റീസ് അവർക്ക് അവരുടെ മാൽദീവ്സിലുള്ള ഐലൻഡിന്റെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം. 1968 ഈ നാഷണൽ റെഫറൻഡം വഴി അവർ സൾട്ടനേറ്റ് എന്നുള്ള ആ ഭാഗം അല്ലെങ്കിൽ ആ ശാസ്ത്രം നിർത്തലാക്കി, അബോളിഷ് ചെയ്തു. മാൽദീവ്സിനെ ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റി. 1968 പ്രസിഡൻസിന്റെ ഗവൺമെന്റിന്റെ കൂടെ ഇബ്രാഹിം നാസിറിന്റെ ലീഡർഷിപ്പില് അവിടെ ഒരു റിപ്പബ്ലിക് ആക്കി മാറ്റി. അങ്ങനെ മാൽദീവ്സും അവരുടെ ഫ്രീഡം കിട്ടി, അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടി ഈ യൂണിറ്റ് 2 തീരുകയാണ്. നന്ദി, നമസ്കാരം.